നിങ്ങളിപ്പോൾ മെൽബൺ ബേസ്ഡ് ആയിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഓൾ ഓസ്ട്രേലിയ നിങ്ങളുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ മെൽബണിലുള്ള ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ എവിടെയും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണോ പറയുന്നത്? അതെ, എനിവേർ. അതെ. അതിൽ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് അയാളുടെ ഫിനാൻഷ്യൽ ഗോൾ മീറ്റ് ചെയ്യാനുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നടക്കില്ല. അതിനുള്ള റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 90% ലോൺ എടുത്തിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് അല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ലോണുകളൊക്കെ അടച്ച് തീർക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ലോൺ എടുത്തുകൊണ്ട് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ്. ഒരു 5 അല്ലെങ്കിൽ 6 മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഓവർ ദ പീരീഡ് ഓഫ് ഒരു 10 വർഷത്തിനുള്ളിൽ വാങ്ങേണ്ടതായിട്ട് വരും. എങ്കിലേ ഇത് ബിൽഡ് ചെയ്തുകൊണ്ട് ആ ഗ്രോത്ത് ഉപയോഗിച്ചുകൊണ്ട് ചില കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് വാങ്ങുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് ടു ബൈ ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്. കാരണം വി നീഡ് ടു മിറ്റിഗേറ്റ് ആ ഒരു റിസ്ക്, റൈറ്റ്? ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ബാഡ് സിനാരിയോയിൽ മെൽബൺ മാർക്കറ്റ് മൂവ് ചെയ്യാതെ കടന്നാലോ എല്ലാ പ്രോപ്പർട്ടി ഒരു സ്ഥലത്തായി പോയില്ലേ? So you need to be mitigating that risk by diversifying across different locations in Australia. Okay. What is your background? രാകേഷ് ദേവദാസ് എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു? എത്ര നാളായി ഓസ്ട്രേലിയയിൽ വന്നിട്ട്? ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് 5 വർഷം. അപ്പോൾ എനിക്ക് ഞാൻ മെൽബണിൽ താമസിക്കുന്നു. ഐ ഹാവ് എ വൈഫ്, ഐ ഹാവ് എൻ 8-year-old ഡോട്ടർ. ഇപ്പോൾ ഒരു 5 മാസമായിട്ടുള്ള ഒരു പപ്പിയുണ്ട് വീട്ടിൽ. സോ ദാറ്റ്സ് മൈ സ്മോൾ ഹോം ഹിയർ ഇൻ മെൽബൺ. നാട്ടിൽ മഞ്ചേരിയിൽ നിന്നാണ്. ആൻഡ് ദെൻ എൻജിനീയറിംഗ് ആണ് ആദ്യം പഠിച്ചത്. NIT കാലിക്കറ്റിൽ നിന്ന് എൻജിനീയറിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് L&T എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഐ സ്റ്റാർട്ടഡ് ആസ് ഇൻ ദ കമേഴ്ഷ്യൽ റോൾ. എന്തിനാണോ ഒരു എൻജിനീയറെ കൊണ്ടുപോയിട്ട് അവിടെ L&Tയുടെ കമേഴ്ഷ്യൽ റോൾ ഇട്ടതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷേ ദാറ്റ് ഈസ് പ്രോബ്ലി വേർ മൈ കമേഴ്ഷ്യൽ അക്യുമെൻ സ്റ്റാർട്ടഡ്, ബാംഗ്ലൂരിൽ. L&T കൊമാട്സു എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. സുഹൃത്ത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ്, എക്സ്കവേറ്റേഴ്സ് മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ജേണി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു 3 വർഷം എഞ്ചിനീയറിംഗ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ദർ ഇസ് സംതിങ് ബിയോണ്ട് എഞ്ചിനീയറിംഗ്. അങ്ങനെ ഞാൻ MBA പഠിക്കാൻ പോയി. IIT ബോംബെ പോയി MBA ചെയ്തു. IIT-ലോ? IIT-ൽ. അപ്പോൾ NIT IIT ഓക്കെ. അപ്പോൾ ബുദ്ധിജീവിയാണല്ലേ? ബുദ്ധിജീവി ആയിരുന്നു എന്ന് പറയാം. പക്ഷേ അതിൽ നിന്നൊക്കെ I mean that was one of the thing that എന്താ പറയുക transform individuals, right? അപ്പോൾ ഈ IIT ബോംബെയിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് I had probably put in a lot of effort, right? ഈ പറഞ്ഞ CAT എക്സാം ക്ലിയർ ചെയ്യുക, ലൈക്ക് ആ സമയത്ത് അതായിരുന്നല്ലോ ഈ പറഞ്ഞ ഒരു എന്താ പറയുക 99.56% കിട്ടാൻ വേണ്ടിയിട്ട് യു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്. അങ്ങനെയൊക്കെ മെനക്കെട്ട് ഈ ഒരു IIT-യിൽ എത്തിക്കഴിഞ്ഞപ്പം ആൻഡ് ഐ ക്യാൻ ലൈക്ക് ഇത് പ്രോബ്ലി നോട്ട് പാസിങ് എ ഗ്രേറ്റ് മെസ്സേജ്, ബട്ട് ഐ ഹാവൻ ഗിവൺ എ ലോട്ട് ഓഫ് ഫോക്കസ് ഓൺ ടു അക്കാഡമിക്സ് ഡ്യൂറിങ് മൈ IIT. കാരണം ഐ ഓൾറെഡി സ്ട്രെസ്ഡ് ഇനഫ് ആൻഡ് പുട്ട് ഇൻ ഓൾ ദ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ആൻഡ് ടച്ച് വുഡ് ദോസ് 2 years ഹാസ് ബീൻ ദ ബെസ്റ്റ് ഇയേഴ്സ്. ഈ പറഞ്ഞ നല്ല ഫ്രണ്ട് സർക്കിൾ, ഒരുപാട് സ്പോർട്സും കാര്യങ്ങളും കളിക്കാൻ പറ്റി, ഒരുപാട് പാർട്ടീസ് ചെയ്യാൻ പറ്റി മുംബൈയിൽ, ആൻഡ് എ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ്. IIT-യിൽ നിന്ന് ഇറങ്ങി. ദെൻ അത് കഴിഞ്ഞ് ഐ വെൻറ്റ് ഇൻ ടു എ കൺസൾട്ടിങ് കമ്പനി മുംബൈയിൽ തന്നെ. സോ ഞാൻ ഇറങ്ങുന്നത് തന്നെ, സോ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ജോബ് ആഫ്റ്റർ MBA ഇൻ ഇറ്റ് സെൽഫ് ഈസ് ദി സോ കോൾഡ് സ്ട്രാറ്റജിക് ബൈയിങ്. ആദ്യം തന്നെ ഈ കെലോഗ് എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടില്ലേ? ഇത് നമ്മുടെ സെറീൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് കെലോഗ്, വിച്ച് ഈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറീൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഒരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് ബൈയിങ് ചെയ്യണം. അപ്പം സുജിത്ത് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇതിപ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റില്ലേ? അതേ ചോദ്യം തന്നെയായിരുന്നു എനിക്കന്നും ചോദിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ആ കമ്പനിയിൽ പ്രൊക്യൂർമെന്റ് ടീം ഇല്ലേ? വൈ ആർ ദേ എൻഗേജിങ് എ കൺസൾട്ടിങ് ടീം ടു ഡു ബൈയിങ് ഫോർ എ കമ്പനി ലൈക്ക് കെലോഗ്? കെലോഗ് എന്ന് പറഞ്ഞാൽ US-ലെ Fortune 500 കമ്പനിയാണ്. അതിനുള്ള സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം കമ്മിങ് ടു. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു തക്കാളി വാങ്ങാൻ പോകുന്നത്, ഒരു തക്കാളി വാങ്ങാൻ നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ടല്ലോ. വി ഗോ ഇൻ ബൈ തക്കാളി. പിന്നെ നമുക്കൊരു കെച്ചപ്പ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കെച്ചപ്പ് കമ്പനിക്ക് ഒരുപാട് തക്കാളികൾ വേണം. ലെറ്റ്സ് സേ ദാറ്റ് കെച്ചപ്പ് കമ്പനി ഹാസ് മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. അവർക്ക് ചൈനയിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ദേ ഹാവ് ടു ബൈ ദീസ് ടൊമാറ്റോസ് ഇൻ ലാർജ് സ്കെയിൽ.
അങ്ങനെ വരാൻ നേരത്ത് ദ കമ്പനി വിൽ റിയലൈസ് ഇവർ പല ക്വാളിറ്റിയിലുള്ള തക്കാളികളാണ് വാങ്ങുന്നത്, പല പ്രൈസുകളാണ് പല വെൻഡേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദർ ഇസ് നോ യൂണിഫോമിറ്റി. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലെയറിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് കമ്പനി ഈസ് ഓപ്പറേറ്റിംഗ്. അവർക്ക് വേണ്ടി ഹൗ യു ബൈ ദീസ് പ്രൊഡക്ട്സ്, ദ റോ മെറ്റീരിയൽസ് ഫ്രം ബെറ്റർ സപ്ലയേഴ്സ് ഇൻ ബെറ്റർ പ്രൈസസ് ആൻഡ് വിത്ത് ബെറ്റർ റിലേഷൻഷിപ്സ്. അപ്പോൾ ഞാൻ തക്കാളി എന്നുള്ളത് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. സോ ദ കൈൻഡ് ഓഫ് സർവീസസ് ദാറ്റ് ഐ വാസ് ബൈയിങ് വാസ് ഈ പറഞ്ഞ ഒരു IT സർവീസസ്, മാർക്കറ്റിംഗ് സർവീസസ്, ലോജിസ്റ്റിക്സ്, അതുപോലെയുള്ള ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസസും കാര്യങ്ങളും ഒക്കെ ദീസ് വർ ലൈക്ക് $1 billion പോർട്ട്ഫോളിയോസ് ഫോർ ദീസ് കമ്പനീസ്. അവർ അത്രയും ഇങ്ങനത്തെ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യും. നോട്ട് ജസ്റ്റ് റോ മെറ്റീരിയൽസ്, ഈ പറഞ്ഞ സർവീസസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു എൻ്റെ തുടക്കം. അതിനുശേഷം ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. ആൻഡ് 2021 കോവിഡ് കഴിഞ്ഞ് ഓപ്പൺ ആവുന്ന സമയത്ത് മീ ആൻഡ് മൈ പാർട്ട്ണർ ഡിസൈഡഡ് ടു മേക്ക് എ മൂവ് ഔട്ട്സൈഡ് ഓഫ് മുംബൈ. അങ്ങനെ ഓസ്ട്രേലിയയിൽ വന്നു. ഓസ്ട്രേലിയയിൽ സോ വി സ്റ്റാർട്ടഡ് ലൈക്ക് 2021 വി സ്റ്റാർട്ടഡ് അവർ ലൈഫ് ഹിയർ. മെൽബണിൽ തന്നെ വന്ന് ആൻഡ് സ്റ്റാർട്ടഡ് വിത്ത് ഇവിടെ KPMG എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കൂടെ സെയിം റോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് വേറൊന്ന് റിയലൈസ് ചെയ്തത്, ഇവിടെ ഞാൻ സ്റ്റാർട്ടഡ് ഒരു ഇനിഷ്യൽ കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്താ പറയുക എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ ഒന്ന് റിയലൈസ് ചെയ്തത്, ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ലൈഫ് അല്ല ഇവിടുത്തെ കോർപ്പറേറ്റ് ലൈഫ്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് പ്രോബ്ലി സംതിങ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ വുഡ് റിയലൈസ്. ഓക്കെ. ഇന്ത്യയിൽ കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ സ്ട്രക്ചേർഡ് ആണ്. ദർ ആർ ഓണേഴ്സ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഹെഡ് അല്ലെങ്കിൽ ജനറൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിൽ ഓണർഷിപ്പ് എടുക്കും, ഇന്ന ഒരു സാധനം ചെയ്യണം എന്നുള്ളതിൽ. ഇവിടെ പീപ്പിൾ ആർ ലിറ്റിൽ മോർ റിലാക്സ്ഡ്. ഓക്കെ. ദേ പ്രിഫർ മോർ ദെയർ ഓർ ദേ വാല്യൂ മോർ ഓഫ് ദെയർ പേഴ്സണൽ ടൈം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വന്ന ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റിയിൽ ഓസ്ട്രേലിയയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്ക് ദേ ഫീൽ നോ, മൈ ഹാർഡ് വർക്ക് ഈസ് നോട്ട് ഡെലിവറിങ് എനി റിസൾട്ട്സ് ഓൺ ദ ടേബിൾ. കാരണം ലൈക്ക് എവറി വൺ അറൌണ്ട് മീ ആർ ജസ്റ്റ് ടേക്കിംഗ് തിങ്സ് വെരി ലൈറ്റ്ലി. വൈ ആം ഐ ഓൺലി ഡൂയിങ് ദിസ് ഹാർഡ് വർക്ക്? ഇത് ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു റിയലൈസേഷനാണ്, റൈറ്റ്? ഇങ്ങനൊരു മൈഗ്രൻ്റ് ആയിട്ട് നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ദിസ് ഈസ് സംതിങ് വിച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് വൈ ഡിഡ് വി കം ഹിയർ, റൈറ്റ്? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ്, റൈറ്റ്? നമ്മൾ അഗെയിൻ ലൈഫിലെ ബിഗർ പർപ്പസ് എന്തൊക്കെയാണ്? യു ഗെറ്റ് ഇൻ ടു ഓൾ ദ ഹെൽത്ത്, അല്ലെങ്കിൽ മെൻ്റൽ ഹാപ്പിനെസ്, ദ ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെയുള്ള ഒരുപാട് ബിഗർ പർപ്പസ് ഓഫ് ലൈഫിനെ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഇതുപോലുള്ള കോർപ്പറേറ്റ് ജേർണീസ് ഇവിടെ ഓസ്ട്രേലിയയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ദെൻ ഐ എൻറ്റേർഡ് ഇൻ ടു റിയൽ എസ്റ്റേറ്റ് ത്രൂ മൈ ഓൺ ജേർണി. എൻ്റെ വീട്, പേഴ്സണൽ വീട് വാങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട് നമ്മൾ വാങ്ങുമല്ലോ എന്തായാലും. അതെ, അത് താമസിക്കാൻ ഞാനൊരു വീട് വാങ്ങി. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നീട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങളും ഇമോഷണലി ഒരു ഡിസിഷൻ എടുത്തു, അല്ലേ? നമുക്കും ഫാമിലി, എന്താ പറയുക, ലൈഫ് സ്റ്റൈലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വി ബോട്ട് എ ഹോം. അപ്പോൾ ഇമോഷണലി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് നല്ല ലൊക്കേഷനിൽ വീട്, ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ അറൗണ്ട്. പക്ഷേ പിന്നീട് വെൻ വി സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു ബിൽഡിംഗ് വെൽത്ത് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമസിക്കാനുള്ള വീട് വിൽ ആക്ച്വലി ഡിലേ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി എ ബിറ്റ്. ആണോ? ആക്ച്വലി. ഓക്കെ. അതിനുള്ള മെയിൻ റീസൺ ലോട്ട് ഓഫ് യുവർ ഇതുവരെ ഉണ്ടാക്കിയ സേവിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ താമസിക്കാനുള്ള വീട്ടിലോട്ടിടും. താമസിക്കാനുള്ള വീടിന് ദ സോ കോൾഡ് ദർ ആർ നോ റിട്ടേൺസ്, റൈറ്റ്? ലൈക്ക് യു ജസ്റ്റ് ലിവിങ് ഇൻ ദ ഹോം. ശരിയാണ്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് ഇങ്ങനെ വളരെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ അന്ന് എൻ്റെ താമസിക്കാനുള്ള വീട് വാങ്ങുമ്പോൾ 300,000-400,000 കിടന്ന ചില പ്രോപ്പർട്ടികൾ ഇന്ന് വാല്യൂ 700,000 ആണ്. സോ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മാർക്കറ്റ്സ് ഹാസ് ഓൾമോസ്റ്റ് ഡബിൾഡ്. വേർ മൈ പ്രോപ്പർട്ടി, താമസിക്കുന്ന പ്രോപ്പർട്ടി, ഓൺലി മൂവ്ഡ് ഇൻ ബൈ X amount, right? 10% or whatever that is.